33 വയസ്സായിട്ടും പെണ്ണ് കിട്ടാതെ നാട്ടുകാരുടെ ചോദ്യങ്ങൾ കൊണ്ട് മടുത്ത രാമചന്ദ്രൻ ഒടുവിൽ സ്വന്തം നാട്ടിൽ നിന്നും പെണ്ണ് കിട്ടാത്തത് കൊണ്ട് ദൂരെയുള്ള ഒരു നാട്ടിൽ നിന്നുള്ള അംബികയുമായുള്ള വിവാഹ നിശ്ചയം നടത്താൻ കുടുംബത്തോടൊപ്പം അവളുടെ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ കല്യാണ നിശ്ചയത്തിന്റെ അന്ന് അംബികയുടെ മുഖത്ത് സന്തോഷമൊന്നും കാണാത്തത് അവനാകെ ആശങ്കപ്പെടുന്നു. ചടങ്ങുകൾ കഴിഞ്ഞ് തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ബസ് തകരാറാകുകയും അതിനിടയിൽ കൊറോണ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിനാൽ അവരെല്ലാവരും അവിടെ തന്നെ കുടുങ്ങിപ്പോകുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്നതിനിടയിൽ വീട്ടുകാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ടെൻഷൻ കൂടുകയും ചെയ്യുമ്പോൾ റാം അംബികയുമായി മെസ്സേജ് വഴി സംസാരിക്കാൻ തുടങ്ങുന്നു. അവൾ തുറന്ന് സംസാരിക്കുന്നത് അടുപ്പം കാണിക്കുന്നതും കണ്ടപ്പോൾ അവൾക്കും തന്നെ ഇഷ്ടമാണെന്ന് അവൻ കരുതുന്നു. പക്ഷേ ഒരു ദിവസം നേരിൽ സംസാരിക്കാൻ പോകുമ്പോൾ അംബിക അവനെ അടിക്കുകയും അവൻ ഞെട്ടിപ്പോകുകയും ചെയ്യുന്നു. പിന്നീട് അവൻ മനസ്സിലാക്കുന്നത് ഇത്രയും നാളായി അവനോട് ചാറ്റ് ചെയ്തിരുന്നത് അംബികയല്ല, അവളുടെ സഹോദരിയായ രാധയാണ് എന്നത്. ഇതോടെ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു സത്യവും പുറത്തു വരുന്നു. അംബികയ്ക്ക് ഗൗതം എന്നൊരാളോട് പ്രണയമുണ്ടെന്നും ഈ വിവാഹം അവൾക്ക് വേണ്ടതില്ലെന്നും. ഒടുവിൽ അംബിക തന്റെ കാമുകനോടൊപ്പം ഒളിച്ചോടി പോകുന്നു. ഇതോടെ റാമിന്റെ ജീവിതം വീണ്ടും തകർന്ന പോലെ തോന്നുമ്പോഴും ഈ സമയത്ത് രാധയുമായി അവനൊരു ബന്ധം രൂപപ്പെടാൻ തുടങ്ങുന്നു. അവളുടെ ചിന്തകളും വാക്കുകളും വഴി റാം മനസ്സിലാക്കുന്നു വിവാഹം എന്നത് മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടല്ല, സ്വന്തം മനസ്സിൽ നിന്നായിരിക്കണം എന്നത്. ഒടുവിൽ അവൻ രാധയെ ഇഷ്ടമാണെന്ന് തുറന്നു പറയുകയും അവൾക്ക് 3 വർഷം സമയം വേണമെങ്കിലും കാത്തിരിക്കാൻ താൻ തയ്യാറാണെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം റാം രാധയെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു.